ഹലോ ഫ്രണ്ട്സ്, കൈത്തരി സ്മാർട്ട് എഡ്യൂടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എക്സാമുകളൊക്കെ ആരംഭിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ. 2ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺവെർസേഷനാണ്. എല്ലാ ഇംഗ്ലീഷിൻ്റെ എക്സാമിനും കോൺവെർസേഷൻ മസ്റ്റായിട്ട് ഉണ്ടാകും. അപ്പം അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് ആദ്യത്തേത്. ജംഗിൾ ഫൈറ്റ് എന്ന പാഠവുമായി ബന്ധപ്പെട്ട കോൺവെർസേഷനാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പം ഒന്നാമത്തേത് കിങ് ചോദിക്കുകയാണ് ഹൂ ആർ യു എന്ന്. അപ്പോൾ കാറ്റ് പറയും ഐ ആം ദ വിന്നർ ഓഫ് ദി ജംഗിൾ ഫൈറ്റ് എന്ന് പറയും. അപ്പോൾ കിങ് പറയുകയാണ് ഓ കൺഗ്രാജുലേഷൻസ് പറയുന്നു. അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ളതും കൂടെ പൂരിപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്ഷനാണ്. സാം ആൻഡ് ലിസി വിസിറ്റഡ് ദ ചിൽഡ്രൻസ് പാരഡൈസ്. ഡിസ്ക്രൈബ് ദ പിക്ചർ. പിക്ചറിനകത്ത് എന്താണ് കാണുന്നതെന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. ഇതെല്ലാ പരീക്ഷയ്ക്കും ഉണ്ടാകുന്നൊരു ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ക്രോസ് പസിലാണ്. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ക്രോസും ഡൗണും ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതേണ്ടതാണ് ഓരോ സ്പെല്ലിങ് ഓരോ കോളത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ആഡ് മോർ ലൈൻസ് ആണ്. ആഡ് മോർ ലൈൻസും എല്ലാ എക്സാമിനും ഉണ്ടാകുന്നതാണ്. അതിൻ്റെ ലൈൻസ് മുകളിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓ ഇറ്റ്സ് ചെറി, റെഡ് ചെറി, സ്വീറ്റ് റെഡ് ചെറി, യം ചെറി. ഇതുപോലെ അവിടെ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫ്രൂട്ടിനെ കുറിച്ച് അതിൻ്റെ ടേസ്റ്റ് വെച്ച് എഴുതുക. അതായത് ആപ്പിളിനെ കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ ഓ ഇറ്റ്സ് ആൻ ആപ്പിൾ, റെഡ് ആപ്പിൾ, സ്വീറ്റ് റെഡ് ആപ്പിൾ, യം ആപ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ ചെറിയൊരു പാരഗ്രാഫ് തരും. അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാനാണ്. അത് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാനാണ് ടീച്ചേഴ്സ് പാരഗ്രാഫ് വായിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനകത്തുനിന്ന് തന്നെ ഉത്തരം എഴുതേണ്ട ക്വസ്റ്റ്യനാണ് അവസാനത്തേത്.